മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം. ചോദിക്കണം അമ്മയോട്, അമ്മച്ചിക്ക് എന്നെ അമ്മയെ കഴിക്കാൻ ഇഷ്ടമുള്ളത് ചോദിക്കണം. അപ്പച്ചന് എന്തുവാ ഇഷ്ടം? നമ്മുടെ സാഹചര്യം കൂടെ ഒക്കുന്നെങ്കിൽ അത് ചോദിച്ചുണ്ടാക്കി കൊടുക്കണം. പല്ലുമെല്ലാം പോയ തള്ളക്ക് എല്ലുകറിയാമേ, പല്ല് പോലും ഇല്ല, അണയിലെങ്ങാണ്ട് ഒരെണ്ണം ഉണ്ട്, അത് കിടന്ന് ആടുക. അത് തള്ളക്ക എല്ലുകറി എല്ലാം അന്നല്ലോ മൂത്തതും കുക്കറിലിട്ട് 8 അടി അടിച്ചിട്ടും അള്ള എല്ലുമായിട്ട് കിടന്ന് ഉരുട്ടിക്കൂട്ടി പിടിക്കുക. അന്നും ഗുണം വരാനുള്ള കേസല്ല. 98 എന്ന അപ്പന് പല്ലൊന്നുമില്ല. അപ്പച്ച അരിയുണ്ട തരട്ടെ, ഇച്ചിരി മുറുകി പോയി പിടിച്ചപ്പം. പിന്നെ അപ്പം പറയൊരു കാര്യം, ഞാൻ ഉടലിട്ട് ഇടിച്ചേച്ച് പൊടിയാക്കി ഗ്ലാസ്സിനകത്ത് വെള്ളം കൂടെ വല്ല ഒഴിച്ച് കലക്കി തരികയെന്ന്. മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെയുള്ള മക്കളും മരുമക്കളും ഉണ്ട്. അവർ പ്രായമാകുമ്പോൾ ചോദിക്കും, എന്തോ വേണം, എന്തുവാ അമ്മച്ചിക്ക് അപ്പച്ചന് ഇഷ്ടം, അത് കൊടുക്കണം. പ്രായമുള്ളവർക്ക് വേണേ തിന്നാ മതി, ഇതൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ളു. എന്നെ എല്ലാവരും ഒരു അതൊക്കെ കൊണ്ട് കൊടുക്കണം. പ്രായമുള്ളവരെ നിങ്ങളിപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നില്ല, ആശ്വാസവന് കൊടുക്കുന്നുണ്ട്, പത്തനാപുരത്തും കൊടുക്കുന്നുണ്ട്. പത്തനാപുരത്തുണ്ടല്ല, ഗാന്ധി അവിടെ കൊടുക്കുന്നുണ്ട്. നിന്നെ പറ്റപ്പം ഗാന്ധി ഭവനല്ലല്ലോ കൊടുത്തത്, വീട്ടിൽ തന്നെ അല്ലായിരുന്നു. നിന്നെ പ്രസവിച്ചപ്പോഴേ 5, 6, 7 വയസ്സ് ആശ്വാസഭവനിലാണോ ഇട്ടത്? അല്ലല്ലോ. നിന്റെ ഇഷ്ടമനുസരിച്ചല്ലേ അപ്പനും അമ്മയും നിനക്ക് തന്നത്? പറ. നിന്റെ ഇഷ്ടമനുസരിച്ചല്ലേ? ബിസ്ക്കറ്റ് ആന്നേ ബിസ്ക്കറ്റ്, കുറുക്കാന്നേ കുറുക്ക്, അല്ലേ? പഞ്ഞപ്പുല്ല് പൊടിച്ചാന്നേ അല്ലേ? സ്തോത്രം. ആപ്പിൾ വേണമെന്ന് പറഞ്ഞപ്പം കാശില്ലായിരുന്നു, എന്നാലും കടം മേടിച്ചാന്നേലും 1/2 കിലോ ആപ്പിള്. പച്ചമുന്തിരിങ്ങ വേണമെന്ന് നീ പറഞ്ഞതാ, പച്ചമുന്തിരിങ്ങ അത് മേടിച്ച് തന്നതാ അപ്പനും അമ്മയും. ഗ്യാസ് മുട്ടായി, ഗ്യാസൊന്നും ഉണ്ടായിട്ടല്ല, അതും മേടിച്ച്. പണ്ടുണ്ടായിരുന്ന അൽഗ് മുട്ടായി, അൽഗ്, നിങ്ങൾ അൽഗ് കറുത്തിച്ച് നമ്മളെ അൽഗെന്നാ പറയുന്നത് ഞങ്ങളുടെ അവിടെ. അതായിക്കോട്ടെ, അത് അടൂർ സൈഡില്, നമ്മുടെ അവിടെ അൽഗ്. എന്തായാലും ആയിക്കോട്ടെ, മുട്ടായി മനസ്സിലായല്ലോ. അതാ സ്തോത്രം. മേടിച്ച് തന്നതല്ലേ, നിന്റെ ഇഷ്ടത്തിനല്ലയോ അപ്പനും അമ്മയും നിന്നെ കൊണ്ട്. നീ പറഞ്ഞ ഡ്രസ്സ് നിന്നെ എടുത്തോണ്ട് നടന്നതല്ലേ? കുറച്ച് നടന്നപ്പോ പറഞ്ഞ് എനിക്ക് നടക്കാൻ മേല, ഉടനെ അമ്മ നിന്നെ എടുത്ത് ഒക്കത്ത് വെച്ചതല്ലേ? ആ കയറ്റം കയറിയപ്പോ എത്ര സ്ഥലത്ത് നിന്നാ നിന്നെയും കൊണ്ട്, ഇല്ലേ? എത്ര സ്ഥലത്ത് ഇളപ്പിരുന്നാ നിന്നെയും കൊണ്ട് ആ കയ്യാലെ കയറി അങ്ങോട്ട് പോയത്, കുന്നേലെ. സ്തോത്രം. അങ്ങനെയുള്ള മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ഇടപെടുകയും ചെയ്യുകയും ചെയ്യണം. അല്ലാതെ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ, അവരോട് മിണ്ടാതെ, അവർക്ക് ചെയ്യേണ്ടതും ചെയ്യാതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അറുകാല തുല്യം പോലും ട്രമ്മിന്റെ കമ്പിരിപ്പോണ്ടെന്ന് ഓർത്തോണം. എറിയാനല്ല, തമ്പേറടിക്കാനാ, ശുഭാസയില്ല. മനസ്സിലാകുന്നുണ്ടോ? ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. അത് ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ആല തുള്ളും പോലെ കിടന്ന് തുള്ളിയാകുന്ന ഒരു ഗുണോ? കുറെ അണയ്ക്കാന്നല്ലാതെ അണച്ചു, ഒരു കുപ്പി വെള്ളവും തീർത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ ആരോടും മിണ്ടുന്നില്ല, കാരണം കഥപ്പായി പോയി. എന്നാ പറ്റുമോ അച്ചമ്മേ? ചെയ്യേണ്ടതെല്ലാം ചെയ്യണം.